ഓർമ്മയില്ല. കാലത്ത് കൊച്ചിനെ സ്കൂളിൽ വിട്ട കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നും ഓർമ്മയില്ല. ഇളയ മകനെ ഇളയ മകനാ സ്കൂളിൽ വിട്ട കാര്യം ഓർമ്മയുള്ളൂ. ബാക്കിയൊന്നും ഓർമ്മയില്ല. 10-25 ലക്ഷം രൂപ കടമുണ്ട് വീട്ടിൽ. ബാങ്കിലും പിന്നെ കുഞ്ഞുമാക്ക് കൊടുക്കാനും പിന്നെ പലിശയ്ക്ക് എടുത്തതും ഒക്കെ ആയിട്ട് കുറച്ച് കടമുണ്ട്. കുഞ്ഞുമാരെ വീട്ടിൽ നമ്മൾ തലേദിവസം രാത്രി പോയിരുന്നു, 12 മണിയായപ്പോൾ പോരുന്നു. കുഞ്ഞുമാരെ വീട്ടിൽ പോരുന്നു, കുഞ്ഞുമ തന്നില്ല. പൈസ 50,000 രൂപ ചോദിച്ചിരുന്നു, പൈസ തന്നില്ല കുഞ്ഞുമ. എന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നു. അപ്പം അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. വന്നിട്ട് സെറ്റിൽ വന്ന് കിടന്ന് ഉറങ്ങി. പിന്നെ പിറ്റന്നായിരുന്നു ഇരിച്ചത്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലായിരുന്നു അവന്. രാവിലെ ഇളയ മകനെ സ്കൂളിൽ വിട്ട ശേഷം പിന്നീട് അഫാനുമായിട്ട് എന്തെങ്കിലും വഴക്ക് നടന്നോ? ഇല്ല, വഴക്കൊന്നും നടന്നില്ല. അവനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ വീട്ടിൽ കയറി വന്ന് പിന്നെ വഴക്കൊന്നും ഉണ്ടായില്ല. പിന്നെ പ്രശ്നങ്ങളും എനിക്ക് ഒന്നും ഓർമ്മയില്ല. പിന്നെ സെറ്റിൽ വന്ന് ഞാൻ ഇരുന്നു. പിന്നെ ഒരു ഓർമ്മയും ഇല്ല എനിക്ക്. പിന്നെ അവനെ ഇത് കഴുത്തിൽ ഇത് ഷാളിട്ട് ഇത് ആക്കിയിട്ട് അവൻ പറഞ്ഞു ഉമ്മ ക്ഷമിക്കണേന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് ഫർസാനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. അത് ഓക്കളെന്ന് പറഞ്ഞ് പിന്നെ ഒരു ഓർമ്മ എനിക്കില്ല. പിന്നെ പോലീസ് വന്ന് ജനലിൽ കുത്തി പൊളിക്കുമ്പോഴാണ് ഓർമ്മ വന്നത്. ജനലും കഥവും കുത്തി പൊളിക്കുമ്പോഴാണ് ഓർമ്മ വന്നത്. ഫർസാന് മുമ്പ് ഉമ്മയ്ക്ക് പരിചയം ഉണ്ടായിരുന്നു? പരിചയമുണ്ട്. കണ്ടിട്ടില്ല, എന്നാലും പരിചയമുണ്ട്. വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. വന്നിട്ടുണ്ടെന്ന് പറയുന്നത്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അഫാനെ കാണുമെന്ന് അമ്മയ്ക്ക് തോന്നില്ലേ? ഇല്ല, അപ്പാനൊക്കെ ഇപ്പോൾ കാണണ്ട എനിക്ക്. അപ്പാൻ എൻ്റെ കൊച്ചിനെയൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ അവനെ കാണണമെന്നില്ല. എൻ്റെ കൊച്ചിനെയും കുടുംബത്തിനെയും ഇതൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് കാണണമെന്നില്ല അവനെ.